എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ് ഹിറ്റ് 3 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അതിനുള്ള അങ്ങനെ വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കാണണം, ഞെട്ടണം. കാരണം ഒരു ബ്രൂട്ടൽ പോലീസുകാരന്റെ ആ ഒരു അഴിഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുകയാണ്. അറിയാലോ, അതെ, അതായിരിക്കും എന്നുള്ളത്. അർജുൻ സർക്കാർ, സൈലേഷ് കൊലാനോ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഡോക്ടർ സൈലേഷ് കൊലാനോ, അങ്ങനെ തന്നെ പറഞ്ഞല്ലേ, ആള് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട്, കാണാം. നാച്ചുറൽ സ്റ്റാർ നാനി. ഇതിലത്ര നാച്ചുറൽ ഒന്നും ആയിരിക്കൂല. നാച്ചുറൽ ആയിരിക്കും, ചെയ്യുന്നത് എന്തും നാച്ചുറൽ ആയിരിക്കും. പിന്നെ കുറച്ച് അതും കൂടി കാണാം. ഓക്കെ. సార్ మీకు ప్రాబ్లం లేదంటే ఒక పేరు చెప్తా. అర్జున్ సర్కార్. ఈ కేసు ఆడికి ఇవ్వడంలో ప్రాబ్లం ఏం లేదు కానీ వీడి లాఠీకి దొరికిన పరిస్థితి ఆలోచిస్తేనే భయం వేస్తుంది. అందరూ ఒకే మెథడ్లో మర్డర్ చేస్తున్నారంటే ఏదో మోటివ్ ఉంది. చేయండి. ఒక పోలీస్ ఆఫీసర్ వేనా నువ్వు? అదే అనుకుని మోసపోయారు నెల్లు జనం. మీకు చూపిస్తా ఒరిజినల్. വൈറ്റ് ചുമപ്പായി. ഓ ജമ്മി, രണ്ടായിട്ട് വീണു. മോനെ ഈ അജാതി സാധനം. അപ്പൊ അടുത്ത സർട്ടിഫിക്കറ്റ് സിനിമ അത് പിന്നെ ആൾറെഡി ഉറപ്പിച്ച സാധനമായിരുന്നു. എന്താ ഫസ്റ്റത്തെ സാധനം തന്നെ നമുക്ക് ഇതാവും. ആ തല, ആ തൂക്കിട്ടേക്കുന്ന ആളുടെ തല, അതെന്താണ് ചെയ്തേക്കുന്നത്? അതായത് ഇതുപോലെ അതേ പാറ്റേണിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് ഈ തല പൊളിച്ച രീതിയിൽ എന്നിട്ട് തല കെട്ടി തൂക്കിട്ടിരിക്കുക, കൊന്നിട്ട്. ജമ്മു, ആ സാധനം തന്നെ ഒന്നൊന്നര ഐറ്റമാ. അപ്പൊ അതിനൊരു മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാനിയുടെ ക്യാരക്ടർ പറയുന്നത്. അത് അർജുൻ സർക്കാർ ആയിരുന്നു. യെസ്, അർജുൻ സർക്കാർ. അപ്പൊ ഇനി അങ്ങോട്ട് വയലൻസിൽ ഭരിക്കാൻ പോണത് അർജുൻ സർക്കാർ ആയിരിക്കും കേട്ടോ. ഓ, ഇതിന്റെ തമ്പനയിൽ എന്താ സാധനം? തമ്പനയിൽ ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഫോട്ടോയാ. അതായത് ലാസ്റ്റിലെ ക്ലൈമാക്സിലെ. അതെ, ഫുള്ള് വൈറ്റ് ഒക്കെ ഇട്ട് വരുന്നു. തിരിച്ചു പോകുമ്പോ ഫുൾ ചുമന്ന്. റെഡ് കോട്ടായി മാറി. ഏതാ സാധനല്ലേ? ബ്രെഡ് കോട്ടായതുകൊണ്ടേ റെഡ് കോട്ടായി. റെഡ് കോട്ടായി. ഗംഭീര സാധനം കേട്ടോ, ഗംഭീര സാധനം എന്ന് പറഞ്ഞാൽ പോരാ. ഇതിപ്പോ മെയ് 1 ഇതും റെട്രോയോ വരുന്നത്. ഭീകര ക്ലാഷ് ആയല്ലോ. ഒരു ഒന്നൊന്നര ക്ലാഷ് ആയി പോയിട്ടോ. അതെ, റെട്രോയും അതൊരു വലിയ സംശയമാണ്. ഓക്കെ, നോക്കാം, അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ എന്തായാലും റെട്രോ ഉണ്ടാവും. റെട്രോ എന്തായാലും ഇത് ഹിറ്റ് 3 വരുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും നോക്കാം. റെട്രോ ഫാൻ ഷോ ഉണ്ടെങ്കിലോ? അതുണ്ട് ഈ പൊളിച്ച്. അപ്പൊ പിന്നെ എന്തായാലും കൃത്യമായിട്ട് കിട്ടും. അതെ, ഷോയും കൂടി വേണം, എന്നാലും കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, എന്തായാലും ഗംഭീര സാധനം കേട്ടോ. അതായത് അനിമല്, മാർക്കോ, ഈ ഒരു ശ്രേണിയിലേക്ക് മറ്റൊരു സിനിമ ഹിറ്റ് 3. ആളുടെ ലത്തി, അതായത് പോലീസുകാരൻ പറഞ്ഞിട്ടില്ലേ, ഈ കേസ് ആൾക്ക് കൊടുക്കുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ആളുടെ ലത്തിക്ക് ഇരയാവുന്നവരുടെ കാര്യത്തിലാണ് എനിക്ക് ഡൗട്ട് ഉള്ളതെന്ന്. ലത്തിയാണ് ആളുടെ വെപ്പൺ. അതായത് അതാണ് ഈ ഒരു ടീച്ചറിന് പോലും ആ പേരാ കിട്ടിയിരുന്നത്, സർക്കാർ ലത്തി. അത് ആളുടെ ആ ലത്തീന്റെ പവർ തന്നെയാണ് അത് കാണിക്കുന്നത്. ആ കൈ അടിച്ച് പൊളിക്കണം കണ്ടില്ലേ? ഓ, അത് ഞാൻ കരുതി ഒറ്റ അടിയിൽ നിർത്തുന്നു, 2 നിർത്തും കരുതി, 3 നിർത്തും. ഒരിക്കലും അങ്ങനെ കരുതാൻ പാടില്ല. കൈ കാണിക്കാത്ത നന്നായി. ചതഞ്ഞിട്ടുണ്ടാവും. ചതയെ ഇനി അതുകൊണ്ട് ഒന്നിനും കൊള്ളൂല. എല്ലൊക്കെ ഇങ്ങനെ നുറുങ്ങി. എന്തിനാ അത് പിന്നെ പറ്റുക?
പോയി. ക്രൂരൻ തന്നെ, ക്രൂരൻ. ഇനി അത് ഇവിടെ വെച്ചൊക്കെ മുറിച്ചളേണ്ടി വരും. ഊഫ്. അല്ലാതെ ആദ്യം മനുഷ്യന്മാരല്ല, ഇങ്ങനത്തെ ഓഫീസർമാരൊക്കെ ഉണ്ടെങ്കിലേ. അല്ല, ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നവർക്ക് അതിന്റെ അത് ശരിയാണ്. സംഭവം ചെയ്ത് വെച്ച് നോക്കുമ്പോ ചിലപ്പോ അത് കുറവായിന്നേ നമുക്ക് തോന്നുള്ളൂ. സിനിമ കാണുമ്പോ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാലോ എന്ന് വിചാരിക്കും. നമ്മൾ ആ സമയത്ത് നമ്മുടെ കണ്ണിൽ കാണുക, നമ്മൾ ലത്തിയെടുത്ത് പിടിക്കുമ്പോൾ നമ്മൾ കാണുക സംരക്ഷിക്കേണ്ടത് ആരെ എന്ന് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ പിന്നെ ഈ ലത്തിക്ക് നമ്മൾ കൊടുക്കുന്ന പവർ ഉണ്ടല്ലോ, ആ പിടുത്തം, അത് പവർ കൂടും. എന്നാലും ജാതി അടി അടിക്കണത്, എന്നാലും അത് ഇത്തിരി കടന്നു കൈയായി പോയില്ലേ. പിന്നെ സാധാരണ എത്തിയാ അത് ഇത് ബോൾ കളിക്കൂലേ, അതിന്റെ പേരെന്തായിരുന്നു, അതിന്റെ സ്റ്റിക്ക് പോലത്തെ സാധനം, വീതിയുള്ള ഐറ്റം. അതായത് ചോട്ടിന്ന് ഇങ്ങനെ ഇത് വന്നിട്ട് മുകളിലേക്ക് വന്നുമ്പോ വലിയ സാധനം, അതൊക്കെ വെച്ച് അടിച്ചാ എന്തിനാ ഇങ്ങനെ ഒറ്റയടിക്കാൻ തലയ്ക്കാൻ കൊടുത്താൽ പോരായിരുന്നു. എന്താണെങ്കിലും അതല്ലാതെ കുറെ ലത്തി പ്രയോഗം അതിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിക്കുന്ന ആള് കൂടി നിൽക്കുന്നിടത്തുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ആളുടെ ഒരു മൊരട്ട് പിടിച്ച സ്വഭാവം കൂടിയാണെന്ന് തോന്നുന്നു. അതാ വണ്ടിയും കൊണ്ട് വരും, വണ്ടിയും കൊണ്ട് വരുമ്പോ തന്നെ ചൂടാകുന്ന ഒരു സമയം, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും ഒരു നാനിയുടെ ഒരു തകർപ്പൻ ഹിറ്റ് ആയിരിക്കും വിചാരിക്കാം. കാമ്യ പോലെയാണ് ഇതിന് മുൻപ് ആള് വന്നിട്ടുണ്ടായിരുന്നത്, അത് മുഴുനീളായിട്ട് വരികയാണ്. ഉറപ്പായിട്ടും വേറെ ലെവൽ പരിപാടി തന്നെയായിരിക്കും. ഇതില് ഇനി 1ഉം 2വിലെ ആൾക്കാർ ഇതിൽ ഇനി കാമ്യ വരുന്നുണ്ട്, ക്ലൈമാക്സിൽ വരുന്നുണ്ട്. അപ്പൊ അവരും കൂടി വന്നു കഴിയുമ്പോ അതങ്ങ് കളറായിക്കോളും. അല്ല വേണം, കാരണം അങ്ങനത്തെ സംഭവമാണ് വരുന്നത്. അതെ, ലാസ്റ്റിലേക്ക് 3 പേര് ഒരുമിക്കുമ്പോ ഹിറ്റ് 3 ശരിക്കും 3 പേരും. ഓഹോ, അതൊരു ഗംഭീര സാധനമായിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കാം ഒരു അടിപൊളി സാധനത്തിന് വേണ്ടിയിട്ട്, ഒരു അടിപൊളി സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മെയ് 31. അപ്പൊ എന്തായാലും പോവല്ലേ? സോറി, മെയ് 1. മെയ് 31 ഞാൻ പറഞ്ഞത്, മെയ് 1. എന്തായാലും ഇപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അടിപൊളി സാധനം, ബൈ. സാധനം പൊളി അല്ലേ? അതെ, ഈ സാധനം കുറെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനം മാറ്റി പിടിച്ചത്. ആ സാധനം അവിടെ വേണം അല്ലേ, എന്നാലേ സാധനത്തിന്റെ പവർ കിട്ടുള്ളൂ. ഈ സാധനം നമ്മളിൽ നിന്ന് വന്നാണെന്നുള്ള അറിയണല്ലോ. അതെ, ഇതിങ്ങനെ കത്തി വരുന്നുണ്ട് ഈ പേര്. കേറട്ടെ, കത്തട്ടെ അങ്ങോട്ട്. ഓ മൈ ഗോഡ്, മോനെ, നിർത്തടാ.